ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ 11 ബുധഗ്രഹം മീനം രാശിയിലേക്ക്, അതായത് ബുധൻ്റെ നീചരാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ബുധൻ്റെ മീനൻ രാശിയിലേക്കുള്ള നീചരാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും, അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. 2026 ഏപ്രിൽ 11 ബുധൻ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നത്. മീനൻ രാശി ബുധൻ്റെ നീചരാശിയാണ്. ഏപ്രിൽ 29 വരെ ആ ബുധൻ നീചരാശിയിലുണ്ടാകും. ഇപ്പോൾ പ്രത്യേകിച്ച് മീനൻ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ 12ാം ഭാവരാശിയാണ്, ജലരാശിയാണ്. അവിടെ ബുധൻ നീചരാശിയിൽ വരികയാണ്. ബുധൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിശക്തിയുടെയും ഓർമ്മാശക്തിയുടെയും അതുപോലെ തന്നെ നമുക്ക് അപഗ്രഥന ശേഷിയുടെയൊക്കെ ഗ്രഹമാണ്. വിദ്യാകാരകനാണ്, അതുപോലെ ബിസിനസ്സിൻ്റെ കാരകനാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ബിസിനസ് സ്കില്ല്, അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ്റെയും ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്കില്ലിൻ്റെയൊക്കെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് ബുധനെ കാണാം. അത്തരത്തിലുള്ള ഒരു ഗ്രഹം ബുധൻ മീനൻ രാശിയിൽ നീചസ്ഥിതനാകുമ്പോൾ പൊതുവെ എല്ലാ കൂറുകാരെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാവുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിലൊക്കെ ഒരു കാലതാമസം ഉണ്ടാകും. സ്പീച്ചിലും കമ്മ്യൂണിക്കേഷനിലൊക്കെ മുഖാന്തരം എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ നമുക്ക് അറിയാതെ എന്തെങ്കിലും തെറ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ളൊരു കഴിവൊക്കെ ഈ സമയത്ത് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ ബുധൻ നീചരാശിയിലേക്ക് രാശി മാറുമ്പോൾ അത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് നോക്കാം. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാകും നോക്കാം. ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മകം, പൂരം, ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ബുധൻ്റെ നീചരാശിയിലേക്കുള്ള രാശിമാറ്റം ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ബുധനെന്ന് പറയുന്നത് 2ാം ഭാവാധിപനാണ്, 11ാം ഭാവാധിപനാണ്. അപ്പോൾ ഈ 2ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏപ്രിൽ 11 അഷ്ടമഭാവ രാശിയിലേക്കാണ് രാശി മാറുന്നത്. ഈ അഷ്ടമഭാവ രാശി എന്ന് പറയുന്നത് ബുധനെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ നീചരാശിയാണ്. ഏപ്രിൽ 29 വരെ ആ ബുധൻ അഷ്ടമരാശിയിലുണ്ടാകും. അപ്പോൾ അഷ്ടമരാശിയിൽ ഇപ്പോൾ ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള സൂര്യൻ ഉണ്ട്, ശനിയുണ്ട്, ചൊവ്വ അഷ്ടമരാശിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ 11ാം ഭാവം നേട്ടത്തിൻ്റെ സ്ഥാനമാണ്. ആ നേട്ടത്തിൻ്റെ സ്ഥാനാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ വിലക്കുറയുകയാണ്. ഇപ്പോൾ ധനപരമായിട്ട് അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പണവരവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധം ഉണ്ടാകണമെന്നില്ല. അത് അപ്രതീക്ഷിതമായിട്ട് ധനത്തിൽ ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകാവുന്ന സമയമാണ്. അപ്പോൾ സഡനായിട്ട് നമ്മൾ ഒരു സാമ്പത്തിക ഒരു ഫിനാൻഷ്യൽ പ്രഷർ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ബിസിനസ്സിലൊക്കെ സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തു എന്ന് വരാം. പൊതുവേ നമുക്ക് വരുമാനം, ലാഭവിഹിതമൊക്കെ സഡനായിട്ട് കുറയുന്നതിന് അത് വഴിതെളിക്കും. നമ്മുടെ സൗഹൃദങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലുമൊക്കെ തന്നെ ഒരു ശ്രദ്ധ വേണം. അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല. അവരുമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പൊതുവെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും സുഖകരമാകണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക. പൊതുവെ നമുക്ക് നമ്മുടെ സമൂഹത്തിലെ പ്രധാന വ്യക്തികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുണാനുഭവം ഈ സമയത്ത് കിട്ടണമെന്നില്ല. 11ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10ലാണ് വരുന്നത്, ബലം കുറയുന്നത് എന്നുള്ളത് കൊണ്ട് തൊഴിലിലും ശ്രദ്ധിക്കണം. ഇപ്പോൾ തൊഴിലിടത്തെ കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ ഈ സമയത്തുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തൊഴിലിടത്ത് നമ്മൾ എന്തെങ്കിലും പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മൾ അഷ്ടമത്തിൽ ഒരു നീചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റിസർച്ചിൽ അന്വേഷണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അവർക്ക് അവരുടെ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ, കറക്റ്റ് തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ തന്നെ നമുക്ക് ഈ ദീർഘകാലികമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ
പണം മുടക്കുമ്പോഴൊക്കെ തന്നെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. ചിലപ്പോൾ നമ്മൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എന്തൊക്കെ ക്ലെയിമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സമയത്തിനൊക്കെ അത് തീർപ്പാകണമെന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ ഈ ബുധൻ്റെ അഷ്ടമരാശിയിലെ നീചസ്ഥിതി കൊണ്ട് ഉണ്ടാകാം. അതുപോലെ ബുധൻ രണ്ടാം ഭാവാധിപനും കൂടിയാണ്. ഈ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇപ്പോൾ ജീവിത പങ്കാളിയുടെ പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രണ്ടാം ഭാവാധിപൻ എട്ടിലൊക്കെ വരുമ്പോൾ ആഹാരത്തിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. പൊതുവെ മാനസികമായിട്ട് നമുക്കപ്പോൾ ടെൻഷൻ സ്ട്രെസ്സൊക്കെ ഈ സമയത്തുണ്ടാകാം. നമ്മളിലെ ഉള്ളിൽ കിടന്ന പല രഹസ്യങ്ങളും ചിലപ്പോൾ അറിയാതെ അത് പുറത്തു വരാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ മറ്റ് ഗൂഢാലോചന പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ചിലർക്ക് ഈ രണ്ടാം ഭാവാധീനം അഷ്ടമത്തിലൊക്കെ വരുമ്പോൾ ദന്തസംബന്ധമായിട്ടോ നയന സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡ് ആയിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഈ പൈൽസ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ചിലപ്പോൾ സഡനായിട്ട് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തു എന്നൊക്കെ വരാം. അപ്പോൾ ഇത്തരം ക്ലേശങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അതിനൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. ഇപ്പോൾ 8 നിൽക്കുന്ന ബുധൻ പ്രത്യേകിച്ച് രണ്ടാം ഭാവാധീനം അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അവിടെ നിന്നിട്ട് ആ ബുധൻ 2-ൽ ഉച്ചദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് ചിലർക്ക് അവർ പൊടുന്നനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില സോഴ്സിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടം കിട്ടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതായത് ധനാഗമനത്തിന് സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ബാങ്ക് ബാലൻസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വഴിതെളിക്കാം. അതേസമയം അദൃശ്യ ശത്രുക്കളുടെ നീക്കങ്ങളിൽ ഒരു കരുതൽ വേണം. അവരുടെ ചതി കബളിപ്പിക്കൽ ഇതിലൊക്കെ ചിലപ്പോൾ നമ്മൾ വീണു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു കെയർ കൊടുത്തു പോവുക. രണ്ടാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 7-ലാണ് നീചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിയുമായിട്ടുള്ള ആ കൂട്ടു ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പുരോഗതി ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ബിസിനസ്സിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. ഇനി കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ബുധൻ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ കന്നിക്കുറുകാരെന്ന് പറയുമ്പോൾ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം അതുപോലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദമാണ്. കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് ജന്മലഗ്ന രാശ്യാധിപനാണ്. മാത്രമല്ല 10ാം ഭാവാധിപനുമാണ് ബുധൻ. അപ്പോൾ 1ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏപ്രിൽ 11-ന് 7ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 7ാം ഭാവം എന്ന് പറയുന്നത് ബുധൻ്റെ നീചരാശിയാണ്. അവിടെ ഏപ്രിൽ 29 വരെ ഏകദേശം 19 ദിവസത്തോളം ആ ബുധന് 7ാം ഭാവരാശിയിൽ നീചസ്ഥിതി വരുന്നുണ്ട്. 7-ൽ ശനിയുണ്ട്, 7-ൽ ചൊവ്വയുണ്ട്, 7-ൽ സൂര്യനും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഒരു ഗ്രഹം ബുധൻ 7-ൽ നീചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ ഇവയിലൊക്കെ നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. നമുക്ക് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ബിസിനസ് മാനേജ് ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ച സഡനായിട്ട് സംഭവിക്കാം. അതുപോലെ നമ്മൾ പൊതുജനങ്ങളുമായിട്ടൊക്കെ ഡീൽ ചെയ്യുമ്പോഴും പബ്ലിക് റിലേഷനിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. എന്തെങ്കിലും മിസ്ലീഡിങ് കമ്മ്യൂണിക്കേഷൻ അത് മുഖാന്തരം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വരാം. അതുപോലെ ബിസിനസ് കരാറുകളിൽ ഒപ്പിടുന്നവരും വളരെ ശ്രദ്ധിക്കണം. രേഖകൾ പരിശോധിക്കണം, വ്യവസ്ഥകൾ വായിക്കണം. അപ്പോൾ അതിൻ്റെ വ്യവസ്ഥകളൊക്കെ വായിച്ചു വേണം കരാറുകളിലൊക്കെ ഒപ്പിടേണ്ടത്. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ബുധൻ പ്രത്യേകിച്ച് 10ാം ഭാവാധിപനും കൂടിയാണ്. അപ്പം 10ാം ഭാവാധിപനായിട്ടുള്ള ബുധനും ഒരു ബലക്കുറവ് വരിക എന്ന് പറയുമ്പോൾ തൊഴിലിലൊക്കെ ഒരു കോൺസെൻട്രേഷൻ കുറയാം. തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ മോശമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ മോശമാകുമ്പോൾ മറ്റുള്ളവർ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. കഴിവതും തൊഴിലിടത്ത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ വളരെ ശ്രദ്ധിക്കുക, ഡിസ്പ്യൂട്ട് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ 10ാം ഭാവാധിപൻ അതിൻ്റെ 10-ൽ അതായത് 7-ലെന്ന് പറയുമ്പോൾ 10ാം ഭാവത്തിൻ്റെ 10ആണ് 7ാം ഭാവം. അവിടെ ഈ ബുധന് നീചസ്ഥിതി വരുമ്പോൾ തൊഴിൽ തർക്കങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ആ തൊഴിൽ തർക്കങ്ങൾ വലുതാകാതെ നോക്കണം.
അത് അങ്ങനെ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ തൊഴിലിടത്തൊക്കെ നമുക്കൊരു സ്ഥാനക്കയറ്റത്തിനൊക്കെ ഉള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ അതിലൊക്കെ ഒരു താമസം ചിലപ്പം അത് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തൊഴിലിടത്ത് പൊതുവേ നമുക്ക് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ളൊരു നേട്ടം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അതുപോലെ തൊഴിൽ സംബന്ധമായ എന്ത് തീരുമാനവും തൊഴിലിടത്ത് നമ്മൾ തീരുമാനം എടുക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഫയലുകളിൽ എന്തെങ്കിലും റിമാർക്സ് എഴുതുമ്പോൾ, എന്തെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ, എന്തെങ്കിലും ഡോക്യുമെൻ്റ് തയ്യാറാക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ 10ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7 ഗുരുവിൻ്റെ ക്ഷേത്രത്തിലും 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 10 ബുധൻ്റെ ക്ഷേത്രത്തിൽ രാശി പരിവർത്തനം നിൽക്കുന്ന സമയമാണ്. അത് ചില ഗുണാനുഭവം നമുക്ക് ചിലപ്പം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ വ്യവഹാരങ്ങളിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ വിവേചന ബുദ്ധി, കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ളൊരു കഴിവൊക്കെ നമുക്ക് പ്രത്യേകിച്ച് 2ാം ബുധൻ്റെ ഇത് രാശി പരിവർത്തനം കൊണ്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കഴിവതും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ കഴിവ് ഉപയോഗിക്കാമെങ്കിൽ നമുക്ക് ബിസിനസ്സിലായാലും തൊഴിലിലായാലും ബുധൻ്റെ നീചസ്ഥിതി ദോഷം ഉണ്ടാക്കില്ല എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ ലഗ്നാധിപൻ 7 നീചസ്ഥിതിയിലാണെങ്കിലും ലഗ്നത്തിലേക്ക് ബുധൻ്റെ ഉച്ചദൃഷ്ടി ഉണ്ട്. അപ്പോൾ പൊതുവെ അതൊക്കെ നമ്മുടെ ബുദ്ധിശക്തി കൂടുന്നതിനും നമുക്ക് കാര്യങ്ങൾ അപഗ്രഥിച്ചറിയാനുള്ളൊരു കഴിവ് നൽകുന്നതിനൊക്കെ ബുധൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടിക്ക് കഴിയും. അപ്പം അത് നമുക്ക് അത് കറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിലും ബിസിനസ്സിലും ഒക്കെ നമുക്ക് ഉയർച്ചയുണ്ടാകും. തൊഴിലിടത്ത് നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കും. ജീവിത പങ്കാളിയുടെയൊക്കെ ഡോമിനൻസ് ഒക്കെ കൂടുന്ന സമയമാണ്. അപ്പോൾ അവരുടെ നിയന്ത്രണത്തിന് വിധേയമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രയാസമുണ്ടാകില്ല. കഴിവതും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒഴിവാക്കി പോകാൻ ശ്രമിക്കുക. കഴിവതും നമ്മൾ കൂടുതൽ ടക്കേറ്റീവ് ആകാതെ ഇരിക്കാൻ ശ്രമിക്കുക. കൂടുതൽ സംസാരിക്കുമ്പോഴാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടില്ല അമിതമായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെടാതെയൊക്കെ പോകുന്നത് ഈ സമയത്ത് ഗുണം ചെയ്യും. ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ബുധൻ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയെന്ന് നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ബുധൻ ഭാഗ്യഭാവാധിപനാണ്, 12ാം ഭാവാധിപനുമാണ്. അപ്പോൾ 9ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏപ്രിൽ 11 6ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 6ാം ഭാവം ബുധൻ്റെ നീചരാശിയാണ്. ഏപ്രിൽ 29 വരെ ബുധന് നീചരാശി സ്ഥിതിയാണ്. ഏകദേശം 19 ദിവസത്തോളം ബുധന് ബലക്കുറവുള്ള സമയമാണ്. അപ്പോൾ 6 ഇപ്പോൾ ശനിയുണ്ട്, സൂര്യനുണ്ട്, ചൊവ്വ സ്ഥിതി ചെയ്യുന്നുണ്ട്. സൂര്യൻ ഏപ്രിൽ 14 6 നിന്ന് രാശി മാറുന്നുണ്ട്. അപ്പോൾ 9ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 6 നീചസ്ഥിതിയിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമ്മുടെ വർക്കിൽ ഒക്കെ ഒരു കെയർ അല്ലെങ്കിൽ ഫോക്കസ് കൂട്ടേണ്ടുന്ന സമയമാണ്, കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മൾ കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ ഒരു സ്പിരിറ്റ് കുറയാൻ സാധ്യതയുണ്ട്, അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 6 ബുധന് വിലക്കുറവ് വരികയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ തൊഴിലിടത്തൊക്കെ ഉത്തരവാദിത്വക്കുറവ്, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമൊക്കെ ചിലപ്പോൾ കറക്റ്റായിട്ട് നിർവഹിക്കാനുള്ള ഒരു മടിയൊക്കെ ചിലപ്പോൾ സമയത്തുണ്ടാകാം. തൊഴിലിടത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ, തീരുമാനം എടുക്കാനുള്ള ഒരു കാലതാമസമൊക്കെ ഉണ്ടാകാം. അപ്പോൾ തൊഴിലിടത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധ കൊടുത്തു പോവുക. കാരണം ബുധൻ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് 6 നീചസ്ഥിതിയിൽ വരുന്നത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ഇൻഡൈജഷൻ പ്രോബ്ലം, ഇങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഈ ചില ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവരൊക്കെ അല്പം ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ്. 9ാം ഭാവാധിപൻ 6 നീചസ്ഥിതിയിലാണ്. കാരണം ഭാഗ്യാനുഭവം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്കിലൂടെ വേണം നമ്മുടെ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കേണ്ടതെന്ന് കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈശ്വര ചൈതന്യം കൂട്ടുക എന്നുള്ളതാണ്. 9ാം ഭാവാധിപന് ബലക്കുറവ് വരുമ്പോൾ 9ാം ഭാവത്തിന് നമ്മൾ ബലം കൊടുക്കണം. അതിന് നമ്മൾ ഈശ്വര ചിന്ത കൂട്ടുക. ഗുരുക്കന്മാരുമായിട്ട് സംസാരിച്ച് അവരുടെ വിദഗ്ധ അഭിപ്രായമൊക്കെ സ്വീകരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് നല്ല ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാകുന്നത് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ 9ാം ഭാവത്തിൻ്റെ 10ലാണ് നീചസ്ഥിതിയിൽ വരുന്നത്. അപ്പോൾ പിതാവിൻ്റെ
തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പിതാവിനുണ്ടാകാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തൊഴിൽ തടസ്സങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആധ്യാത്മിക കാര്യങ്ങളിൽ പൊതുവെ ഒരു കുറവ് വരാവുന്ന സമയമാണ്, അവിടെ ശ്രദ്ധിക്കണം. ബുധൻ 12ാം ഭാവാധിപനായിട്ട് 6 നീചസ്ഥിതിയിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തെങ്കിലുമൊക്കെ തൊഴിൽ പ്രശ്നങ്ങൾ അവർക്ക് തൊഴിലിടത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ വിദേശ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ രേഖകളിൽ എന്തെങ്കിലുമൊക്കെ എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രേഖകളൊക്കെ വളരെ കൃത്യമായിട്ട് പരിശോധിച്ച് എല്ലാം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കി വേണം ആ രേഖകൾ കൈപ്പറ്റേണ്ടത്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ എറർ വരാൻ സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ചതി, അതുപോലെ വഞ്ചന. ഇപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ഏതെങ്കിലും ഏജൻസി വഴിയാണോ അല്ലെങ്കിൽ ഏത് ഏജൻസി വഴിയാണോ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്, ആ ഏജൻസിയുടെ അവരുടെ ക്രെഡിബിലിറ്റിയൊക്കെ ഒന്ന് നോക്കണം. പ്രത്യേകിച്ച് അവർ സുതാര്യമാണോ എന്ന് മനസ്സിലാക്കി വേണം. കബളിപ്പിക്കൽ അല്ലെങ്കിൽ ചതിയിലൊക്കെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായിട്ടൊക്കെ ചിലവ് ഈ സമയത്ത് വന്നുപെടാവുന്ന ഒരു സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബുധൻ 12ാം ഭാവാധിപനും കൂടിയാണ്. അത് 6 നീചസ്ഥിതി നിൽക്കുന്നത്. പക്ഷേ 6 നിൽക്കുന്ന ആ ബുധൻ 12 ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ വിദേശത്തൊക്കെ തൊഴിലന്വേഷണമൊക്കെ ശക്തമാകാവുന്ന സമയമാണ്. അതുപോലെ നമ്മൾ യാത്രാരേഖകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, എറർ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ നമുക്ക് ചിലപ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ ധനം ചെലവ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഈ സമയത്ത് വരാം. കാഴ്ച സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങളൊക്കെ ഉള്ളവർക്ക് അത് പരിഹരിക്കുന്നതിനും സാധ്യത, അതിനൊരു ശമനം ഉണ്ടാകും. 12ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 7ലാണ് നീചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൂടെ വർക്ക് ചെയ്യുന്നവർ, അവരുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ അവരുടെ പ്രണയ പങ്കാളി, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം. അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ചിലപ്പം ഉണ്ടാകാം. അവിടെ ഒന്ന് ശ്രദ്ധ കൊടുത്ത് പോവുക. ഇനി വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ബുധൻ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. വൃശ്ചികക്കുറുകാർ എന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അതുപോലെ അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ്. വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും അഷ്ടമഭാവാധിപനാണ് ബുധൻ, 11ാം ഭാവാധിപനുമാണ് ബുധൻ. അപ്പോൾ 8ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏപ്രിൽ 11 5ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 5ാം ഭാവം എന്ന് പറയുന്നത് വൃശ്ചികക്കുറുകാർക്ക് ബുധൻ്റെ നീചരാശിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏപ്രിൽ 29 വരെ ആ ബുധൻ 5ാം ഭാവരാശിയിൽ നീചസ്ഥിതനായിരിക്കും. 5 സൂര്യൻ, ശനി, ചൊവ്വയൊക്കെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അഷ്ടമഭാവാധിപനായിട്ടുള്ള ബുധൻ 5 ബലം കുറയുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, കലാകാരന്മാർക്ക്, അതുപോലെ അധ്യാപകർക്ക്, ഇവർക്കൊക്കെ പൊടുന്നനെ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ അവരുടെ ഭാഗത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. സന്താന ഗുണം കുറയുന്ന സമയമാണ്. അതുപോലെ ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ ശ്രദ്ധ കുറയുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ഈ പ്രണയ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ, അത് മുഖാന്തരമുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ സഡൻ ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ പൊടുന്നനെ വന്നുവിട്ടു എന്നും വരാം. അതുപോലെ തന്നെ ഈ 8ാം ഭാവാധിപൻ 5 നീചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് അഷ്ടമഭാവാധിപന് വില കുറയുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഗവേഷണത്തിൻ്റെ, നിരീക്ഷണത്തിൻ്റെയൊക്കെ സ്ഥാനമാണ് ഈ അഷ്ടമം എന്ന് പറയുന്നത്. ആ ഗ്രഹത്തിന് ബലം കുറയുക എന്ന് പറയുമ്പോൾ ഗവേഷണം നടത്തുന്നവർക്ക്, അന്വേഷണ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊടുന്നനെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അവർക്ക് വന്നുവിടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ദീർഘകാലികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതിലൊക്കെ ഒരു കെയർ വേണം. റിസ്കി ആയിട്ടുള്ള സംരംഭങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് പൊതുവെ മാനസികമായിട്ട് ഒരു സംഘർഷം ഉള്ള, അമിത ചിന്തകൾ ഒക്കെ ഉണ്ടാകാവുന്ന, കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് നമ്മൾ കാണണം. നമുക്ക് ഈ 5 ബുധന് ബലക്കുറവ് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പൂർവ്വ പുണ്യ സുഹൃതം നമുക്ക് നേടിയെടുക്കണം എങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ, ഉപാസനാദി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുക, മന്ത്രസിദ്ധി കൈവരിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ അതിലൊക്കെ അങ്ങനെയൊക്കെ ശ്രമിച്ചു പോകുന്നവർക്ക്
നമുക്ക് ഈ പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറ്റാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക. 8ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10ലാണ് നീചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പൊടുന്നനെ അവരുടെ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ തൊഴിലിടത്തുണ്ടാകാനൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഈ ബുധനെന്ന് പറയുന്നത് വൃശ്ചികക്കൂറുകാർക്ക് 11ാം ഭാവാധിപനും കൂടെയാണ്. 11ാം ഭാവാധിപൻ ആ ബുധൻ 5ൽ ബലം കുറയുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സ്പെക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, ഗാംബിളിങ് റിലേറ്റഡ് ആയിട്ടുള്ള, അതുവഴി നമ്മൾ നേടിയെടുത്ത പണമൊക്കെ ചിലപ്പോൾ പൊടുന്നനെ നഷ്ടപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കുക. അതേസമയം ഈ 5ൽ നീചസ്ഥിതനായിട്ട് നിൽക്കുന്ന 11ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 5ൽ നീചസ്ഥിതനാണെങ്കിലും ആ 11ലേക്ക് ആ ബുധൻ ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് വളരെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് 11ാം ഭാവാധിപൻ 11ലേക്ക് ഉച്ചദൃഷ്ടി ചെയ്യുമ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അല്പം ശ്രദ്ധിക്കാമെങ്കിൽ അവർക്ക് നല്ല ധനനേട്ടമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അവരുടെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയും. ബിസിനസ്സിൽ പുരോഗതി, വരുമാനം, ലാഭമൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നതിന് അനുകൂലമായിട്ടുള്ള സ്ഥിതി ആ 11ാം ഭാവാധിപൻ 11ൽ ദൃഷ്ടി ചെയ്യുക. പ്രത്യേകിച്ച് ബിസിനസ് കാരകനും കൂടെയാണ് ആ ബുധൻ. അത് 11ൽ ഉച്ചദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ സുഹൃത്തുക്കൾ വഴിയോ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ ഒക്കെ ചില ഗുണാനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതുപോലെ 11ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 7ലാണ് നീചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടും മറ്റ് തൊഴിൽ പങ്കാളിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. അതുപോലെ അവരുമായിട്ട് തൊഴിലിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനുമൊക്കെ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.